നീറ്റ് എക്സാം അടുത്ത് വരികയാണ്. നീറ്റ് എക്സാമിന്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണെന്ന് അറിയാം. എന്നാലും നിങ്ങൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പരീക്ഷയെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അതിൽ ഇപ്പൊ നിലവിൽ നോട്ടിഫിക്കേഷൻസ് ഔട്ട് ആയിട്ടുള്ളത് നീറ്റ് എക്സാമിന്റേതാണ്. മറ്റൊന്ന് കീമിന്റെ ഔട്ട് ആയിട്ടുണ്ട്, ഐസർ എക്സാംസിന്റെ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ വഴിയെ പരീക്ഷകൾ ഇങ്ങനെ വരും. നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുക്കണം. അതനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. സോ നീറ്റ് എക്സാം വഴിയോ അല്ലെങ്കിൽ നീറ്റ് എക്സാമിന്റെ മാതൃകയിലോ നമ്മുടെ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പ് കോളേജസിലാണ് നിങ്ങൾക്ക് BSc നഴ്സിംഗിന്റെ എലിജിബിലിറ്റി ഉണ്ടാവുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പം ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും BSc നഴ്സിംഗിന്റെ കാര്യങ്ങളായിരിക്കും പറയുക. BSc നഴ്സിംഗ് ഓഫർ ചെയ്യുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ടോപ്പ് മെഡിക്കൽ കോളേജസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നീറ്റ് എക്സാം എന്ന വിൻഡോ വഴി നിങ്ങൾക്ക് BSc നഴ്സിംഗിന് എലിജിബിലിറ്റി എവിടെയൊക്കെ കിട്ടും എന്ന് ആദ്യമേ ഒന്ന് പറയാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നീറ്റ് എക്സാമിന്റെ സ്കോർ വഴി BSc നഴ്സിംഗിന് സെലക്ട് ചെയ്യുന്ന ഫസ്റ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ജിപ്മർ ആണ്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അവിടെ BSc നഴ്സിംഗും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളും നീറ്റ് എക്സാമിന്റെ സ്കോർ വഴിയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അതിന്റെ അലോട്ട്മെന്റും പ്രോസസ്സും എല്ലാം നീറ്റ് എക്സാം കഴിഞ്ഞ ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈം പീരീഡിലേക്കാണ്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം ജിപ്മറിൽ ഡയറക്റ്റ് BSc നഴ്സിംഗ് അലൈഡ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നീറ്റ് എക്സാം ത്രൂ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് BHU ആണ്. ദാറ്റ് ഈസ് കോളേജ് ഓഫ് നഴ്സിംഗ് BHUലും ഇതേപോലെ തന്നെ കഴിഞ്ഞ കൗൺസിലിംഗിലെല്ലാം ടോപ്പായിട്ട് BSc നഴ്സിംഗ് സെലക്ട് ചെയ്തവരെല്ലാം ചൂസ് ചെയ്തൊരു കോളേജും കൂടെയാണ് ശരിക്കും ഈ പറഞ്ഞ നമ്മുടെ BHU അണ്ടറിലുള്ളത്. നമ്മുടെ MNCന്റെ കൗൺസിലിംഗ് അണ്ടറിലാണ് ശരിക്കും BSc നഴ്സിംഗ് വരുന്നത്. അപ്പൊ നീറ്റിന്റെ സ്കോർ ഉപയോഗിച്ചാണ് ശരിക്കും കോളേജ് ഓഫ് നഴ്സിംഗ് BHU അണ്ടറിലും നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കോളേജസ് എന്ന് പറയുന്നത് മറ്റൊന്ന് സഫർജംഗ് ഹോസ്പിറ്റലാണ്, ന്യൂഡൽഹിയിലുള്ള സഫർജംഗ്. അതുപോലെ മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇതെല്ലാം നീറ്റ് എക്സാമിന്റെ സ്കോർ വഴി നിങ്ങൾക്ക് BSc നഴ്സിംഗിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാകുന്നതാണ്. ഈ ഇത്രയും കോളേജസ് ശ്രദ്ധിക്കുക. അതിനുശേഷം നീറ്റ് എക്സാമിന്റെ സ്കോർ വഴി അല്ല, പക്ഷെ BSc നഴ്സിംഗിന് നീറ്റിന്റെ സിലബസ് നിങ്ങൾ പഠിക്കുന്ന അതേ പോർഷൻസ് തന്നെ പഠിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയുണ്ട് നമ്മുടെ എയിംസിന്റെ നഴ്സിംഗ് കോഴ്സുകളിലേക്കാണ്. എയിംസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അവിടെ തന്നെ ഏകദേശം 15ഓളം എയിംസ്, ഈ കാണുന്ന 15 എയിംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ 15 എയിംസിലേക്കുള്ള BSc നഴ്സിംഗും അതേപോലെ പോസ്റ്റ് ബേസിക് കോഴ്സുകളും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുടെയും എല്ലാം എലിജിബിലിറ്റി BSc നഴ്സിംഗിനും കറസ്പോണ്ടിങ് ആയിട്ട് നടത്തുന്ന സെപ്പറേറ്റ് എക്സാമുകൾ വഴിയാണ്. സോ ശ്രദ്ധിക്കുക, എയിംസിൽ നിങ്ങളുടെ BSc നഴ്സിംഗ് എഴുതണമെങ്കിൽ നിങ്ങൾ എയിംസിന്റെ സെപ്പറേറ്റ് എക്സാം എഴുതണം. നീറ്റ് എക്സാം വഴിയല്ല എയിംസിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത്. അവിടെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഔട്ട് ആകും. അത് നമ്മൾ വഴി അറിയിക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ഔട്ട് ആയിട്ടില്ല. BSc നഴ്സിംഗ് എയിംസിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും സെപ്പറേറ്റ് എക്സാം ഉണ്ട്. ഉയർന്ന എക്സ്പോഷറിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കോളേജാണ് പിജിമർ, ദാറ്റ് ഈസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്, ചണ്ഡീഗഡിലുള്ള കോളേജാണ്. അവിടെയും ഇതേപോലെ 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സും പോസ്റ്റ് ബേസിക് കോഴ്സിലേക്കും എൻട്രൻസ് എക്സാം ഉണ്ടാകും. സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്. പിജിമറിലേക്ക് പക്ഷെ നിലവിൽ കേരളത്തിലും അല്ലെങ്കിൽ സദേൺ ഇന്ത്യയിലൊക്കെ സെന്ററുകൾ കുറവാണ്, സെന്ററുകൾ ഇല്ല. ഇനി അത് ആഡ് ചെയ്യുമെന്ന് അറിയില്ല. എന്നാലും നിലവിലെ NCR റീജിയൻസ്, ഡൽഹി അതേപോലെ ചണ്ഡീഗഡ്, പഞ്ചാബ്, ഹരിയാന റീജിയൻസിലാണ് ശരിക്കും പിജിമറിലേക്കുള്ള സെന്ററുകൾ വരുന്നത്. പക്ഷെ വളരെ നല്ല ഹോസ്പിറ്റലാണ്. അപ്പൊ ഇവിടെയും ഇതേപോലെ തന്നെ നഴ്സിംഗ്, ദാറ്റ് ഈസ് നീറ്റ് എക്സാമിന് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റും കൂടെ ഇംഗ്ലീഷും പിന്നെ നഴ്സിംഗിന്റെ കുറച്ച് ടോപ്പിക്സും ഇത് വെച്ചാണ് അവരുടെ പരീക്ഷ ഗൈഡ് ലൈൻ ചെയ്തിട്ടുള്ളത്. പ്രോപ്പർലി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ പിജിമർ എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് BSc നഴ്സിംഗിന് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് രണ്ടും നീറ്റ് എക്സാം മാതൃകയിലുള്ള പരീക്ഷകൾ നടത്തിയാണ്, ഡയറക്റ്റ് നീറ്റ് എക്സാം വഴിയുള്ള സെലക്ഷൻ അല്ല. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ കോഴ്സുകളെ കുറിച്ചും അവരുടെ സെലക്ഷൻ രീതികളെ കുറിച്ചും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ നോക്കുക. അപ്പം കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. നമ്മളതനുസരിച്ച് പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പരീക്ഷയ്ക്ക് പഠിക്കുക. അതിന്റെ കൂടെ ഒപ്പം തന്നെ നിങ്ങളുടെ പാഷൻ എന്താണോ അത് ചൂസ് ചെയ്യുക. ആ പാഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.